എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അരുൺ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റോറിയാണ് വായിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാം. നമ്മുടെ സ്റ്റോറിയുടെ ഒന്നാമത്തെ ലൈനാണ് ഇവിടെ കാണാം. ഇവിടെ കണ്ടോ, അരുൺ വെന്റ്. അരുൺ വെന്റ്. അരുൺ വെന്റ് എന്ന് പറഞ്ഞാൽ അരുൺ പോയി. ഗോ എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ആണ് വെന്റ്, അല്ലേ? പോയി. അപ്പം അരുൺ വെന്റ്, അരുൺ പോയി. എവിടേക്ക് പോയി? ടു എന്ന് പറഞ്ഞാൽ ലേക്ക്. ടു ലേക്ക് സ്കൂൾ. അപ്പം എന്താ? അരുൺ വെന്റ് സ്കൂൾ. അരുൺ സ്കൂളിലേക്ക് പോയി. ഓക്കെ, അടുത്താണ് ടു ഫിനിഷ്. ഇവിടെ കണ്ടോ, ഇവിടെ 2 തവണ ടു വന്നു. പലർക്കും സംശയമുള്ള സംഭവമാണ്. ഇവിടെ 2 തവണ ടു വന്നു. ഇവിടെ കണ്ടോ, ഒന്നാമത്തെ ടൂവിന് ശേഷം സ്ഥലമാണ്, അല്ലേ? സ്കൂൾ. രണ്ടാമത്തെ ടൂവിന് ശേഷം എന്താണ്? വെർബാണ്, ഫിനിഷ്. പറഞ്ഞു വരുന്നത്, ടൂവിന് ശേഷം പ്ലേസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ടൂവിൻ്റെ മീനിങ് ആണ് ലേക്ക്, ഡയറക്ഷൻ, ദിശ. അടുത്താണ് ടൂവിന് ശേഷം വെർബാണ് വരുന്നതെങ്കിൽ ഈറ്റ്, ഗോ, കം, ഡ്രിങ്ക്. വെർബാണ് വരുന്നതെങ്കിൽ അവിടെ ടൂവിൻ്റെ മീനിങ് ആണ് വേണ്ടി. എന്താണ്? വേണ്ടി. അപ്പം ഞാൻ പറയാണ് ടു ഈറ്റ്, കഴിക്കാൻ വേണ്ടി. ടു ഡ്രിങ്ക്, കുടിക്കാൻ വേണ്ടി. ടു പ്ലേ, കളിക്കാൻ വേണ്ടി. ആ ഒരു മീനിങ് ആണ്. അപ്പം എന്തായി? ഇവിടെ കണ്ടോ, അരുൺ വെന്റ് സ്കൂൾ ടു ഫിനിഷ് എന്ന് വെച്ചാൽ അരുൺ സ്കൂളിൽ പോയി. എന്തിനു വേണ്ടി? ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർത്തിയാക്കുക, കംപ്ലീറ്റ്, പൂർത്തിയാക്കുക. അപ്പൊ പൂർത്തിയാക്കാൻ വേണ്ടി, അല്ലേ? എന്താണ്? പൂർത്തിയാക്കാൻ വേണ്ടി അരുൺ സ്കൂളിലേക്ക് പോയി. എന്ത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്? ഇവിടെ കണ്ടോ, ഹിസ് പ്രൊജക്ട്, അവന്റെ പ്രൊജക്ട്. അപ്പൊ ഏകദേശം മീനിങ് നമ്മുടെ മൈൻഡിൽ വന്നൂലേ? എന്താണ്? അരുൺ അവന്റെ പ്രൊജക്ട് പൂർത്തിയാക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോയി എന്നായി. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ്. ഇവിടെ കണ്ടോ, വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ഇവിടെ 4 വേർഡ്സ് ഉണ്ട്. ഈ 4 വേർഡ്സ് അടങ്ങുന്ന ഒരു സെറ്റാണിത്. ഇതിങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ഇതിന്റെ മീനിങ് ആണെന്ത്? സഹായത്തോടെ. ഈ 4 വേർഡ്സിൽ ഒരു വേർഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും റിമൂവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് അങ്ങനെ സെറ്റായിട്ട് കിടക്കുകയാണ്. വിത്ത് ഹെൽപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായത്തോടെ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം എന്തായി? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ടീച്ചർ. ഹിസ് ടീച്ചർ, അവന്റെ ടീച്ചറിന്റെ സഹായത്തോടെ. അവന്റെ ടീച്ചറിന്റെ സഹായത്തോടെ അവൻ സ്റ്റാർട്ടഡ്, ആരംഭിച്ചു, അല്ലാതെ തുടങ്ങി. ഇത് തുടങ്ങി വർക്കിംഗ് അഗെയിൻ. അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. വർക്കിംഗ് എന്ന് വെച്ചാൽ അവൻ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാൻ തുടങ്ങി. ആരുടെ സഹായത്തോടെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ടീച്ചർ, അവന്റെ ടീച്ചറിന്റെ സഹായത്തോടെ. അപ്പൊ ഇത് നമ്മുടെ ഒന്നാമത്തെ ഒരു ഫ്രേസ് ആണ്. ഇതെന്താ പറയുന്നല്ലോ, ഇതിന് ഫ്രേസ് എന്ന് പറയാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ഇങ്ങനെ സെറ്റായിട്ട് കിടക്കുന്ന ആ ഗ്രൂപ്പില്ലേ, സെറ്റായിട്ട് കിടക്കുന്ന പ്രയോഗം, അതിന് ഫ്രേസ് എന്ന് പറയാം. എന്താണ് ഫ്രേസ്? ഇതൊക്കെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ഫ്രേസുകളൊക്കെ, പ്രയോഗങ്ങളൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ ഇട്ടിട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് അവൻ. വോണ്ടഡ്, വേണമായിരുന്നു. വോണ്ട്, നമ്മൾ വോണ്ട് എന്നല്ല, വോണ്ട്, വേണം. ഐ വോണ്ട് എ പെൻ, എനിക്കൊരു പേന വേണം. ഐ വോണ്ട് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം വേണം. വോണ്ടർ, വേണം. അപ്പം അതിൻ്റെ പാസ് എന്താണ്? വോണ്ടഡ്, വേണമായിരുന്നു എന്നായി. എന്താണ്? വേണമായിരുന്നു. എന്ത് വേണമായിരുന്നു അറിയോ? ടു കംപ്ലീറ്റ്. കംപ്ലീറ്റ് ആണ് പൂർത്തിയാക്കുക. ഇറ്റ്, ഇത്. ഇവിടെ ഇറ്റ് എന്നാണ് ഉദ്ദേശം. എന്താണെന്ന് പറയുക? പ്രൊജക്റ്റാണ്, പ്രൊജക്റ്റ്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്. അപ്പം ഏകദേശം മനസ്സിലായല്ലോ. എന്ത്? അവന് കൃത്യസമയത്ത് ഇത് പൂർത്തിയാക്കണമായിരുന്നു. ഏത്? പ്രൊജക്റ്റ്. കൃത്യസമയത്ത് അവന് ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കണമായിരുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്, ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, ഇനി അടുത്താണ്. ഇവിടെ കണ്ടോ, ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യസമയത്ത്. ഇനി അടുത്ത സെന്റൻസിലേക്ക് കടക്കാം. ഇവിടെ കണ്ടോ, അവൻ സ്റ്റഡീഡ്, പഠിച്ചു. അവൻ പഠിച്ചു. ഇൻ ദ ഷെയ്ഡ്, ഇത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫ്രേസ്, പ്രയോഗമാണ്. ഇവിടെ കണ്ടോ, ഇൻ ദ ഷെയ്ഡ്. 1 2 3 ഈ 3 വേർഡ്സ് അടങ്ങുന്ന ഒരു സെറ്റാണ് ഫ്രേസ്. ഇൻ ദ ഷെയ്ഡ്. ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണലിൽ. എന്താണ്? തണലിൽ. ഓക്കെ, ഇതുപോലെ ഒരുപാട് എന്തുണ്ട്, ഫ്രേസുകളുണ്ട്, ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് പ്രയോഗങ്ങളുണ്ട്, ഫ്രേസുകൾ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ ഉണ്ട്.
ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പോകുന്ന ഇതുപോലെയുള്ള ഫ്രേസുകൾ പേജ് നമ്പർ 20 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞാണ് തണലിൽ. ഹീ സ്റ്റഡീഡ് ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞാലോ അവൻ തണലിൽ പഠിച്ചു. നമുക്കിത് ഉപയോഗിക്കാം, സംസാരത്തിൽ ഉപയോഗിക്കാം. കുട്ടികളോട് പറയാം, എന്ത് പറയുന്ന അറിയോ, പ്ലേ ഇൻ ദ ഷെയ്ഡ്, തണലിൽ കളിക്കൂ. നമ്മൾ പറഞ്ഞൂടെ തണലിൽ. എന്തിന്റെ തണൽ എന്നറിയോ, ഓഫ് ഡേ അല്ലെങ്കിൽ ഇവിടെ മീനിങ് ഉണ്ട്. ഡേ എ ബിഗ് ട്രീ, ഇവിടെ കണ്ടോ എ ബിഗ് ട്രീ, ഒരു വലിയ മരം. അപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ തണലിൽ അവൻ പഠിച്ചു അല്ലേ, ഒരു വലിയ മരത്തിൻ്റെ തണലിൽ അവൻ പഠിച്ചു. ഓക്കെ അല്ലേ. ഇനി അടുത്താണ് വിച്ച്. ഇവിടെ വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എന്നാണ് ആണല്ലോ, തീർച്ചയായിട്ടും വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്. പക്ഷേ അത് ചോദിക്കുമ്പോഴാണ് വിച്ചിൻ്റെ അർത്ഥം ഏത് വരിക. സെൻറ്റൻസിൻ്റെ ഉള്ളിൽ നമ്മൾ വിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഇത് അല്ലെങ്കിൽ അത് എന്നൊക്കെയാണ്. ഇവിടെ ഞാൻ പറയാണ്, ഇവിടെ കണ്ടോ അവൻ ഒരു വലിയ മരത്തിൻ്റെ തണലിൽ പഠിച്ചു. അത് വിച്ച്, അതാണ് അത് ഏത് ആ മരം. വിച്ചിൻ്റെ തൊട്ട് മുന്നേ ഉപയോഗിച്ച ആ ഒരു വേർഡ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറയാണ്. അത് ഗേവ്, അത് നൽകി. എന്ത് നൽകി? ആ ഒരു വലിയ മരമല്ലോ, അത് നൽകി. എന്ത് നൽകി? ഹിം, അവന് നൽകി. എന്ത് നൽകി എന്നറിയോ? പീസ് എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം നൽകി. നമ്മളതല്ലേ, നമ്മൾ ഉച്ച സമയത്ത് വയർത്ത് ക്ഷീണിച്ച് വന്നിട്ട് ഒരു മരത്തിൻ്റെ തണലിൽ ഇരിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണ് അല്ലേ, പീസില്ലേ, അതാണ് പറഞ്ഞത്. അപ്പോൾ ആ മരം നൽകി, അത് നൽകി. അവന് എന്ത് നൽകി എന്നറിയോ? മനസ്സമാധാനം അല്ലെങ്കിൽ ശാന്തി നൽകി. അതുപോലെ കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൗകര്യം. കംഫോർട്ടബിൾ എന്ന് പറയില്ല, സൗകര്യം. നമ്മൾ വളരെ സൗകര്യത്തോടു കൂടി ആ തണലിൻ്റെ ആ മരത്തിൻ്റെ തണലിരുന്നു കൊണ്ട് അവൻ പഠിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതുപോലെ സംടൈംസ് ചില സമയങ്ങളിൽ ഇൻ ദ റെയിൻ മഴയത്ത് എന്നാണ്, മഴയത്ത്. അപ്പോൾ നമുക്ക് ഏകദേശം മീനിങ് കിട്ടി. എന്താണ് അവന് ഒരു വലിയ മരത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ വലിയ മരത്തിൻ്റെ തണലിൽ പഠിച്ചു അല്ലേ, എന്താണ് പഠിച്ചു. അപ്പോൾ ആ വലിയ മരം അവന് ശാന്തി അതുപോലെ സൗകര്യം നൽകി. ഓക്കെ, പിന്നെ പറഞ്ഞു അവന് തണലത്ത് മാത്രമല്ല, അവന് ആൻഡ് സംടൈം ചില സമയങ്ങളിൽ മഴയത്തും. എന്താ ഒരു പഠിക്കുന്നത്, മഴയത്ത് വരെ ഇരുന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. മഴയത്ത് വരെ ഇരുന്ന് പഠിച്ചു. നമ്മളോ മഴയത്ത്, തണലത്ത്. പിന്നെ അടുത്ത സെന്റൻസ് ആണ് കേട്ടോ, ഇൻ ദ സൺലൈറ്റ്. അടുത്ത പ്രയോഗമാണ് ഫ്രേസ്. ഇൻ ദ സൺലൈറ്റ് പറഞ്ഞാൽ അതാണ് വെയിലത്ത് എന്ന് പറയും, വെയിലത്ത്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കാം. കുട്ടികളോട് പറയാം, ഡോണ്ട് പ്ലേ ഇൻ ദ സൺലൈറ്റ്. എന്താണ്, വെയിലത്ത് കളിക്കരുത്. ഡോണ്ട് പ്ലേ ഇൻ ദ റെയിൻ, മഴയത്ത് കളിക്കരുത്. യു ക്യാൻ പ്ലേ ഇൻ ദ ഷെയ്ഡ്, നിനക്ക് തണലിൽ കളിക്കാം. ഇൻ ദ ഷെയ്ഡ്. ഓക്കെ, ഇനി അടുത്താണ് അത് കഴിഞ്ഞു. അപ്പോൾ എന്താ, ഇൻ ദ സൺലൈറ്റ്, വെയിലത്ത്. ഹീ ചെക്ക്ഡ്, അവൻ പരിശോധിച്ചു. എന്ത്? ഹിസ് വർക്ക് കെയർഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയോടെ അല്ലേ. അപ്പം എന്തായി, വെയിലത്ത് പഠിച്ചത് എവിടെയാണെന്നോ, തണലത്തും മഴയത്തും. പക്ഷെ അവനെ പഠിച്ച കാര്യങ്ങളല്ലോ അത് പരിശോധിച്ചത് എവിടെയാണ്? വെയിലത്ത് ഇരുന്നു കൊണ്ട്. ഇവിടെ ഹീ ചെക്ക്ഡ് ഹിസ് വർക്ക് കെയർഫുള്ളി, വെയിലത്ത് അവൻ ശ്രദ്ധയോടെ അവൻ്റെ വർക്ക് എന്ത് ചെയ്തു, അവൻ പരിശോധിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഫ്രേസ്, പ്രയോഗം. എഴുതി വെക്കണതൊക്കെ ഇവിടെ കണ്ടോ, എവ്രി അതർ ഡേ. എന്താണ് എവ്രി അതർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരാട. ഇടവിട്ട ദിവസങ്ങൾ പറയല്ലേ, ഇടവിട്ട ദിവസങ്ങളിൽ ഒന്നരാട. എവ്രി സെക്കൻഡ് എന്ന് പറയുന്നതാണ്. എവ്രി സെക്കൻഡ് എന്ന് പറയുന്നത് എവ്രി സെക്കൻഡ് ഡേ, ആ ഒരു മീനിങ് ആണ്. എവ്രി അതർ ഡേ ഒന്നരാട. ഹീ ഇംപ്രൂവ്ഡ്, അവൻ മെച്ചപ്പെടുത്തി. ഇംപ്രൂവ്ഡ് എന്നാൽ മെച്ചപ്പെടുത്തി. ഇംപ്രൂവ് മെച്ചപ്പെടുത്തുക, അതിന് പാസ്റ്റാണ് ഇംപ്രൂവ്ഡ്. അവൻ മെച്ചപ്പെടുത്തി. എന്ത് മെച്ചപ്പെടുത്തി അറിയാമോ? ഹീസ് അവൻ്റെ പ്രൊജക്റ്റ്, അവൻ്റെ പ്രൊജക്റ്റ് മെച്ചപ്പെടുത്തി. ഓക്കെ, ലിറ്റിൽ ബൈ ലിറ്റിൽ. അടുത്താണ് ലിറ്റിൽ ബൈ ലിറ്റിൽ, അല്പല്പമായി എന്ന് പറയും. കുറച്ച് പോലെ
കുറച്ച് അല്ലെങ്കിൽ അല്പമായി അവൻ അവൻ്റെ പ്രൊജക്റ്റ് മെച്ചപ്പെടുത്തിയെന്നായി. ഇനി അടുത്താണ് അവൻ മെറ്റ് കണ്ടുമുട്ടി, മീറ്റ് കണ്ടുമുട്ടുക, മെറ്റ് കണ്ടുമുട്ടി. അപ്പൊ അവൻ കണ്ടുമുട്ടി ആരെ? ഒരു ഫാർമർ, ഒരു കൃഷിക്കാരനെ. അവൻ ഒരു കൃഷിക്കാരനെ കണ്ടുമുട്ടി. ഹൂ എന്ന് പറഞ്ഞാൽ ആരെന്നല്ലേ? ഹൂ എന്ന് പറഞ്ഞാൽ ആരെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. പക്ഷെ ഇവിടെ ഹൂ സെന്റൻസിന്റെ ഉള്ളിലല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള്, അദ്ദേഹം, ഇവന്, അവരെന്നൊക്കെ അർത്ഥം. ആരെ കുറിച്ച് പറയുന്നവരോ? ഈ ഫാർമറെ കുറിച്ച്. ഈ ഹൂ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ മുന്നേ ഏതാണോ നൗൺ, ഏതാണോ വേർഡ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഒരു കൃഷിക്കാരനെ കണ്ടുമുട്ടി. ഹൂ അയാൾ ഹെൽപ്ഡ്, അയാൾ സഹായിച്ചു ആരെ? അവനെ. അയാൾ അവനെ സഹായിച്ചു വിത്ത് ഐഡിയാസ്. വിത്ത് കൂടെ എന്നൊക്കെ അർത്ഥം. ഐഡിയാസ് ആശയങ്ങൾ. അപ്പൊ എന്താ? അയാളുടെ ആശയങ്ങളോടെ അവനെ സഹായിച്ചു, ഐഡിയാസ് പറഞ്ഞു കൊടുത്തു. ഇതാണ് ഐഡിയ. ഇത് ഇങ്ങനെ ചെയ്താൽ മതി, എല്ലാം ഓക്കെ ആവും. നമ്മളും ഐഡിയ പറഞ്ഞു കൊടുക്കാറില്ലേ? ഓക്കെ. ഇനി അടുത്താണ്, ഇവിടെ കണ്ടോ, നല്ല ക്ഷമയോടുകൂടി ഇങ്ങനെ കണ്ടെത്തിയാൽ മനസ്സിലാക്കാം. കാരണം നമ്മൾ ഇതുപോലെ ഒരുപാട് വായിക്കുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ മൈൻഡിലേക്ക് അതിൻ്റെ മീനിങ് കയറും. പക്ഷെ ക്ഷമയോടുകൂടി വായിക്കണം. ഇനി അടുത്ത കണ്ടോ, ഇവിടെ പറഞ്ഞു ഹി വർക്ക്ഡ്, അവൻ ജോലി ചെയ്തു. എങ്ങനെ? പേഷ്യൻ്റ്ലി, ക്ഷമയോടെ. ഹി വർക്ക്ഡ് പേഷ്യൻ്റ്ലി, അവൻ ക്ഷമയോടെ ജോലി ചെയ്തു. ആൻഡ് അതുപോലെ നെവർ, ഒരിക്കലുമില്ല, എന്തില്ല? ലോസ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ലോസ് പറഞ്ഞാൽ നഷ്ടപ്പെടുക. അപ്പൊ എന്തായി? നെവർ ലോസ്റ്റ് ഹോപ്പ്, ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവൻ എന്ത് ചെയ്തു? അവൻ വർക്ക് ചെയ്തു, ജോലി ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ. ഒരു ഏകദേശം മീനിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ ആക്കിയെടുത്താൽ മതി, ഇത്രേ ഉള്ളൂ. സ്ലോലി, ക്രമേണ, അല്ലെങ്കിൽ പതുക്കെ എന്നല്ലേ, പതുക്കെ, അല്ലെങ്കിൽ നല്ലൊരു വേർഡാണ് ക്രമേണ എന്ന് പറയല്ലേ. ക്രമേണ എന്തായിരുന്നു പറയുക? അവൻ്റെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ക്രമേണ അവൻ്റെ ആത്മവിശ്വാസം ഗ്രൂ എന്ന് പറഞ്ഞാൽ വളർന്നു. എന്ത് വളർന്നു? ആത്മവിശ്വാസം വളർന്നു. അവൻ്റെ ആത്മവിശ്വാസം ക്രമേണ വളർന്നു. എങ്ങനെ? സ്ട്രോങ്ങർ, ശക്തമായി. അപ്പൊ എന്താ മനസ്സിലായത്? ക്രമേണ ശക്തമായി അവൻ്റെ ആത്മവിശ്വാസം വളർന്നതായി. ഏകദേശം മീനിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശരിയാക്കിയിട്ട് പറഞ്ഞാൽ മതി. വെച്ച് നോക്കാം. ഫൈനലി, അവസാനം അരുൺ കംപ്ലീറ്റഡ്, അവസാനം അരുൺ എന്ത് ചെയ്തു? പൂർത്തിയാക്കി. എന്ത് പൂർത്തിയാക്കി? പ്രൊജക്റ്റ് ആയിരുന്നു. ഹിസ് വർക്ക്, അവൻ്റെ ജോലി. പ്രൊജക്റ്റ്, അവൻ്റെ ജോലി. അരുൺ അവൻ്റെ ജോലി പൂർത്തിയാക്കി. ഹാപ്പിലി, സന്തോഷത്തോടെ. ആൻഡ് അതുപോലെ ഫെൽറ്റ്, തോന്നി. ഫീൽ എന്ന് തോന്നുക, ഫെൽറ്റ് എന്നുള്ള തോന്നി. എന്ത് തോന്നി എന്നറിയോ? വെരി, വളരെ. പ്രൗഡ്, അഭിമാനം. അപ്പൊ നമുക്ക് ഏകദേശം ഇനി വന്നല്ലോ അല്ലേ? അതില്ലേ? എന്താണ്? അരുൺ അവൻ്റെ ജോലി സന്തോഷത്തോടെ പൂർത്തിയാക്കി. അതുപോലെ അവന് വളരെ അഭിമാനം തോന്നി. അതങ്ങനെ തന്നെയല്ലേ? ജോലി കഴിഞ്ഞാൽ നമുക്ക് തോന്നുമല്ലോ. അടുത്താണ് ഹിസ് ടീച്ചർ, അവൻ്റെ ടീച്ചർ സ്മൈൽഡ്, പുഞ്ചിരിച്ചു. അവൻ്റെ ടീച്ചർ പുഞ്ചിരിച്ചു. ആൻഡ് സെഡ്, അതുപോലെ പറഞ്ഞു. എന്നുവെച്ചാൽ ആദ്യം പുഞ്ചിരിച്ചു, പിന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞറിയോ? ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, ഓൾവേസ്, എപ്പോഴും, ബ്രിങ്സ്, കൊണ്ടുവരുന്നു. എന്തുകൊണ്ടുവരുന്നറിയോ? സക്സസ്, വിജയം. അവൻ്റെ ടീച്ചർ അവന് ഒരു ഉപദേശം കൊടുത്തു. എന്താ കൊടുക്കുന്നറിയോ? ഹാർഡ് വർക്ക് ഓൾവേസ് ബ്രിങ്സ് സക്സസ്. കഠിനാധ്വാനം എപ്പോഴും എന്താണ്? വിജയം കൊണ്ടുവരുന്നു. അല്ല, അതിനിടയ്ക്ക് തോൽവിയൊക്കെ ഉണ്ടാവും, വിഷയമല്ല. സോ അതുകൊണ്ട് ഓൾവേസ്, എപ്പോഴും ബിലീവ്, വിശ്വസിക്കുക. ഇൻ യുവർ സെൽഫ്, നിങ്ങളിൽ തന്നെ. എന്താണ്? നിങ്ങളിൽ തന്നെ എപ്പോഴും വിശ്വസിക്കണം. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്.
ആൻഡ് അതുപോലെ കീപ് വർക്കിംഗ് ഹാർഡ്, അതുപോലെ കഠിനമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവിടെ കീപ്പ് കണ്ടോ, കീപ്പ് എന്ന് പറഞ്ഞാൽ വെക്കുക എന്ന് മാത്രമല്ല. കീപ്പ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ING വരില്ലേ, ING വരികയാണെങ്കിൽ ഇപ്പം ഞാൻ പറയാണ് കീപ് റൈറ്റിംഗ്, കീപ്പിന് ശേഷം ING വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കൂ എന്നാണ് പറയുന്നത്. കീപ് റൈറ്റിംഗ് എഴുതിക്കൊണ്ടേയിരിക്കൂ, കീപ് റീഡിങ് വായിച്ചുകൊണ്ടേയിരിക്കൂ, കീപ് സിറ്റിംഗ് ഇരുന്നുകൊണ്ടേയിരിക്കൂ, കീപ് വർക്കിംഗ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ എന്ന് പറയുന്നത്. ഹാർഡ് കഠിനമായി. ഒരു ദിവസം നിങ്ങൾക്ക് സക്സസ് കിട്ടിയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഈ നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട ഈ ഫ്രേസുകളൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിലെ പേജ് നമ്പർ 20 ലാസ്റ്റ് വരുന്നുണ്ട്. കാരണം ആ പേജിൽ ശരിക്കും ഒന്ന് വായിച്ചു നോക്കൂ, വളരെ മനോഹരമായിട്ടുള്ള, നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഒരു തോന്നും. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. യെസ്, നൗ യു ക്യാൻ ടേക്ക് ദ സ്ക്രീൻഷോട്ട്. ഓക്കെ, അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നവരോ, നിങ്ങൾ ഈ വീഡിയോസ് എന്ത് ചെയ്യാറ്, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വ്യൂസ് കൂടും. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ, പ്രചോദനം. ഓക്കെ, അപ്പോൾ ഒരു മടിയും കൂടാതെ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് വെക്കുക. താങ്ക് യു എവരിവൺ.